ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സിനിമ ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ടർബോ എന്ന സിനിമയാണ്. ഇപ്പോൾ OTT റിലീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരാണെങ്കിൽ മസ്റ്റായി പോയി കാണുക കേട്ടോ. അടിപൊളി പടം തന്നെയാണ്, ഒരു മാസം മസാല ആക്ഷൻ സിനിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. തമിഴ്നാട് ദീപാവലി കാണിക്കുന്നില്ല. சீக்கிரம் வந்துருவாரு. ரெடி ஆகணும், கோயிலுக்குலாம் போக முடியும். ஓகேயா? ஓகே. ஐ அப்பா வந்துட்டீங்க. വില്ലന്മാരുണ്ടായത്. இல்லைங்களே, நீங்க? நாங்கள் ஜிகே டைஸ்லேருந்து வரோம். ஆக்சுவலி வெங்கடேஷ் சார் இதோட மேஜர் டீலர். அதான் தீபாவளி கிஃப்ட்ஸ் எல்லாம் கொடுக்குறாங்க. ஓகே, வாங்க உள்ள வாங்க. தேங்க்யூ. யூசுவலா இந்த டைம் வந்துருவாரு. ஐ திங்க் தீபாவளி டிராஃபிக்னு நினைக்கிறேன். It's okay, ma'am. சாரி Ma'am, please. தேங்க்யூ. You're welcome. நீங்க உட்காருங்க, நான் காஃபி எடுத்துட்டு வரேன். Sure, ma'am. ஹே வெங்கி, சீக்கிரம் வா. दो घंटे 5 मिनट्स வீட்ல இருக்கேன். ஜிகே டைஸ்ல இருந்து நமக்கு தீபாவளி கிஃப்ட் கொடுக்க வந்திருக்காங்க. ஜிகே டைஸா எப்போ வந்தாங்க? இப்பதான் 3 பேர் உனக்காக தான் வெயிட் பண்றாங்க. சரிம்மா, பக்கத்துல வந்துட்டேன். வெங்கி. அம்மு, இப்பதான் நான் ஜிகே டைஸ் ஃபோன் பண்ணி பார்த்தேன். அந்த மாதிரி யாரும் அனுப்பல அப்படின்னு சொல்றாங்க. நீ எதுக்கும் அவங்க கிட்ட கொஞ்சம் கேளு, அட்ரஸ் மாதிரி வந்துட்டாங்களான்னு. വില്ലന്മാരാട്ടോ. பாவி, இங்க வா. காஃபி எடுத்து கொடு. என்ன மேம் நீங்க? You're playing. வெங்கி எங்க இருக்கு? அவங்க வந்து எனக்கு ரொம்ப பயமா இருக்கு. டென்ஷன் ஆகாத. இதோ வந்து சீக்கிரம் வா. கீழே வந்து எனக்கு ரொம்ப பயமா இருக்கு. ஓகே ஓகே. അവനാരോ കുത്തി. அம்மா. 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 ഒന്ന് കെട്ടിത്തൂക്കം കേട്ടോ. ആ കുട്ടിനെ കൊല്ലായിരിക്കും. 100%. നമ്മുടെ ഇടുക്കി, അങ്ങനെ കേരളത്തിൽ താൻ എന്നാ പോഴനാണോ വെച്ചാ അതേ ഞാൻ പോഴന അതുകൊണ്ടാണ് ഈ പാമ്പ് പോലെ മുതൽ വെച്ചിട്ട് ഈ പച്ചമാർക്ക് 15 ഇങ്ങോട്ട് രണ്ടു വന്നത്. നീ എന്നാ ഒരു കൈ പറഞ്ഞു
തലയിലെ ഞാൻ ചക്ക വീണായി ഉണ്ട അച്ഛോ പെരുന്നാളിനാണ് കൊടിയേറും എല്ലാ പ്രാർത്ഥനമാരും ഒരുപാട് ആൾക്കാർ കുത്തിവെച്ചിട്ട് വരികയും ചെയ്യും അവർ പെരുന്നാൾ കൂടി നേരത്തെ ഇഷ്ടംപോലെ കാര്യം ഇറങ്ങുകയും ചെയ്യും കാശിന് പറയുമ്പോൾ അച്ഛന് സന്തോഷം പെരുന്നാൾ കൂടി ആൾക്കാർക്ക് സന്തോഷം ഈ മുടിഞ്ഞ കാശിന് പെരുന്നാളിനെ നേരം എടുത്ത് നടന്നത് ഞാൻ മാത്രം അച്ഛൻ അറിയാലോ ഈ പെരുന്നാൾ കൂടാൻ ഭാരതക്കാർ ആദ്യത്തെ അടി അടിക്കുമ്പോ ആ ജോസ് വന്ന് അടിപിടി തുടങ്ങും അവൻ അടി തുടങ്ങിയപ്പോൾ ടപ്പോച്ച വീട്ടിലോരാണ് പിള്ളേർ പറയുന്നത് ഇവരുടെ അടിപിടി കണ്ടു നാട്ടുകാർ കൂടെ ഇടിച്ചോണ്ട് നോക്കി നിൽക്കും ഇവരുടെ ആന കരിമ്പക്കാട്ടി കയറി പോലെ മിനിമായിട്ട് 4 കടയിലും അവൻ തള്ളി പൊളിക്കും കൊടുക്കുക എല്ലാം അങ്ങോട്ട് കഴിച്ച് പെരുന്നാൾ കൂടി ഇറങ്ങുമ്പോ കടയും കുടവും കമ്പിക്കാരും ഒക്കെ ആയിട്ട് അവൻ തല്ലി പൊളിച്ചോ എനിക്ക് മിനിമം 4 ലക്ഷം രൂപ നഷ്ടം പടുത്തു ലാഭത്തിൽ നഷ്ടം പറയാ പറയരുത് ഈ തവണ അവന്റെ അടിയുടെ പറ്റത്തിൽ വെച്ചു ഈ പെരുന്നാൾ വീഴുന്നവരെ അവർ ഇടിയിലെ കാണാൻ പാടില്ല അതെങ്ങനെയാ ആകാശം എരിഞ്ഞു വീണാലും ജോസ് ഇടവപ്പള്ളിയിൽ നിന്നാൾ കൂടാതെ എന്നും പോകുകയാണ് ഓ അവരെ 3-4 ദിവസം നമ്മൾ കൊടൈക്കനാൽ ടൂർ വിടും അതിനുള്ള മുഴുവൻ ചെറും ബാക്കി സ്വന്തം പോക്കറ്റിൽ വഹിക്കും അച്ഛൻ അവരെ കൂടി സമ്മതിപ്പിച്ച് തന്നാ മതി നല്ല ചേരായി മക്കച്ചന്ദ്രൻ നേരിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനൊരു കാര്യം ഇവിടെ അച്ഛനോട് പറഞ്ഞു അറിയാൻ തന്നെ അവരുടെ ജീപ്പ് കയറ്റിക്കൊല്ലും അതുകൊണ്ടല്ലേ ഞാൻ ഇഷ്ടമാക്കി ഈ പാമ്പ് വരെ ഇങ്ങോട്ട് വന്നത് അതിന് പറയാൻ പറ്റാൻ പറ എന്നെ വിട്ടാക്കി ഞാൻ പറയിക്കേണ്ടത് ഇങ്ങോട്ട് പറയിപ്പിച്ചോളാം അവർ ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അവരുടെ തള്ളെ മാത്രമാണ് ചോദിച്ചാൽ പൊതുയോഗത്തിന്റെ തീരുമാനമാണെന്ന് പറയാലേ മതി അത് മാത്രം ചെയ്താൽ മതി ഇനി എന്നാച്ചോ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് എങ്ങാനും ജോസ് അറിഞ്ഞ എനിക്ക് കക്കൂസ് പോകുമ്പോ കൂടി ലോകം ഇട്ടോണ്ട് പോയിട്ട് വരുമെന്ന് പറഞ്ഞാവേ അതെല്ലാത്തിനാ ഇല്ലെങ്കിൽ ഞാൻ ലോകം ഇരുന്ന് ഗ്യാപ്പ് നോക്കി അവ എന്നെ ഇടിച്ചാലോ അമ്മച്ചി ടെക്നോളജി ഉണ്ടോ മുഖാന്തം വെച്ചിട്ടുണ്ട് നോക്കാം ബക്കറ്റിലാണോ അവിടെ കൈക്കാരനുണ്ടല്ലോ എന്നാടാ വിലകാരെ പൊത്തക്കാട്ടില് വിളിക്കേക്ക് വന്നോ എന്നാടാ ബക്കറ്റാ ആ ഉറക്കവാ വെളുപ്പാങ്ങാനത്തെ കേട്ടോ അത് കിടന്നേ അത്യാവശ്യം പറയാനാ വന്നത് സഹായിക്കും എന്നും കൂടിയായിട്ട് വന്ന കാര്യം പറയണം ബക്കറ്റാ ഞങ്ങൾ ഈ കാര്യകാലം വീട്ടിൽ വന്നു പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവ് പ്രശ്നം ആയിക്കോട്ടാ മതി അതുകൊണ്ടാണ് ചേട്ടത്തേക്കാണ് ഞങ്ങൾ ഈ പൊത്തക്കാട്ടി വന്ന് വിളിച്ചിരുന്നത് ചേട്ടത്തി ഞങ്ങളോട് കനിയാണ് ഈ കാര്യം അച്ഛനോട് അറിഞ്ഞോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് വികാരി അച്ഛൻ പറഞ്ഞുകൊണ്ടാ വരുന്നത് ജോസിനെ മാറ്റണം 3 ദിവസത്തിന് പെരുന്നാളിന് അവിടെ ഉണ്ടാവാൻ പറ്റില്ല. നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത് എന്നാ ജോസാടാ ടെർബോ ജോസ് ഇൻട്രോ സിമ്പിൾ. എന്റെ അപ്പനെ എന്നതാ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത് ആ അതാ ഞാൻ ഈ പെരുന്നാൾ ഉണ്ടാക്കത്തേ ഇല്ല രണ്ടു ദിവസം താമസം വരുന്നതിനുള്ള പരിപാടിയാണോ അവനെ പ്രാവശ്യം പെരുന്നാൾ കൂടുതലില്ല അങ്ങോട്ട് പറയണ എന്നാടാ ജെറി ഈ വക സ്കൂളിന്റെ പെരുന്നാള് അല്ലാതെ ജോസൂട്ടിയുടെ ഒന്നും അല്ലല്ലോ അങ്ങോട്ട് മാറിയിട്ടാ അവന്റെ ജോസേ ഇവിടുന്ന് നേരെ കവല അവിടെ ചെന്ന് 3 ബസ്സേ കയറിക്കോണം അടുത്ത ബസ് പിടിച്ച് കൊടൈക്കനാൽ അവിടെ 2 ദിവസം ചുറ്റിക്കറങ്ങി കണ്ടേച്ച് 3-ാം ദിവസം ഇവിടെ എത്തിയാൽ മതി ആ കാശ് ഞാൻ നിന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങാനും നീ ചെയ്താ പിന്നെ കാലാകാലം നീ താഴേക്ക് ഇറങ്ങത്തില്ല ഫുൾ ടൈം ഏറെ തന്നെ ആയിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ അവ കൊടൈക്കനാലിൽ പോയി വന്നേച്ച് നമുക്ക് ചർച്ച ചെയ്യാം. See you, my son. വണ്ടിയെടുക്കണം. See you, my son. മൂന്നാറിലേക്കാണോ അതെ ചുമ്മാക്ക് പോകുവാന്നോ എനിക്കറിയാൻ വേണ്ട ചേട്ടൻ വേണമെങ്കിൽ എന്നെ തള്ളെ വിളിച്ചു പോയി എന്നെ എന്നാ കഴിയാൻ 3 എത്തിക്കണം എന്നാ രൂപേ ജോസേട്ടായിക്കൂടെ ഇരി ഏത് പാതാളത്തിൽ നിന്ന് അതിനും വണ്ടി വിളിച്ചു വന്നിരിക്കും ജോസേട്ടന് കൊല്ലാൻ ആൾക്കാർ വരുന്നുണ്ട്.
അരുവൻ സാബു കൂടുതലല്ലേ പോയത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് തീർക്കാനായിരിക്കും. എങ്ങനെ എടുക്കാനാ? ജോസിൽ ഇപ്പൊ ബസ് കയറി അങ്ങോട്ട് പോയത്. ജോസില്ലാതെ സാബ് മാത്രം അങ്ങോട്ട് പോയിട്ട് എന്താ കാണിക്കാൻ? അതാണ് ഞാൻ നോക്കുന്നത്. എന്താ കഴിയേ എടുക്കേ? കുറച്ച് വെള്ളരിപ്രാവ് ഉണ്ടായിരുന്ന പാർട്ടി വിടായിരുന്നല്ലേ അച്ഛോ? അതെന്നാ അല്ല, എത്ര സമാധാനപൂർണ്ണമായ വരുന്നതാ. എല്ലാ കൊല്ലം ആ ജോസ് സാഹിബ്മാരെ കുന്നുമലയും കെട്ടുന്ന ജീപ്പായിട്ട് കൊണ്ടുവരും. എന്നിട്ട് വട്ടക്കിറക്കലായി ഇരപ്പിക്കലായി അടി പിടി എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു. ഈ സായിപ്പന്മാരെ ടൂറിസ്റ്റുകളെയൊക്കെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത് അവന്റെ തൊഴിലായതുകൊണ്ടല്ലോ അതൊക്കെ. തൊഴിലെ ചുമ്മാ ജീപ്പ് ഷോ അവൻ റബ്ബർ പെട്ടി വീട്ടിലേക്കാൻ ഇരുന്നാൽ മതി. ഇവിടെ നല്ല കല്ലുകളുണ്ട് കേട്ടോ. മാരകിൻട്രോ കേട്ടോ. സെക്കൻഡ് ഇൻട്രോ. മോനെ അരിവാളെ വരുന്നുണ്ട്. ക്യാമറ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടാ. മേക്കാഷോ ദൈവത്തിൻ്റെ കേട്ട അഴിഞ്ഞേട്ട. ഇതേപോലെ തന്നെ ഒരു വാപോയ അരിവോളം അടലോടാ സാബുവിന്റെ കയ്യിൽ. തവണത്തിലുള്ള നിനക്ക് പണി.
ആനിമാനോ ആരത്? എടി ജോസൂട്ടി, നിക്കടാ അവിടെ. ജ്യൂസ് കിട്ടി. നിക്കടാ അവിടെ. ഏയ്, ജെറി. ജോസൂട്ടി. ഓ മറ്റവന് തലക്കടിച്ചിട്ടു. അവനെ കൊണ്ട് ആശുപത്രിയിൽ വിട്ടോ, ഞാൻ പറയാൻ വന്നേക്കാം. ജോസൂട്ടി. തലേന്റെ ചെന്ന് നിതിൻ മാനുവൽ തോമസ്. വൈശാഖ്. ഹോസ്പിറ്റൽ കേട്ടോ. വലിയോടെ അടിച്ച് പഞ്ചറാക്കി കണ്ടില്ലേ? വേറെ ഉണ്ടോടാ? വല്ല പോകാനോ മറ്റോ ആണോ? കുത്തുപോകുന്നതല്ല, മയക്കി കിടത്തിയിരിക്കുക. മയക്കി കിടത്തിയിരിക്കുമല്ലേ? ആ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ജോസേട്ടേ, എന്താടാ? ഇവനെ എന്താ പറ്റി? പോവാനൊന്നും അല്ലടാ പോയി. മയക്കി കിടത്തിയിരിക്കുവാ. കഴിഞ്ഞ പെരുന്നാളിന്റെ അത്ര ഒരു മജായിട്ടായിരുന്നു. ആ സാബുവാന്നേ ആ പഴയ അപ്പാകളെ പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ച് ഞാൻ പത്രത്തിൽ ചോദപ്പോ ആ മച്ചിയൊക്കെ സാബുനെ പിള്ളേരെ ഞാൻ നോക്കി. നമ്മളെ കാര്യം അറിയുന്നു. എന്റെ ജോസേട്ടായി കഴിഞ്ഞ പെരുന്നാളിന് ജോസേട്ടായുടെ അടിക്കുള്ള തിരിച്ചടിയല്ലേ ഈയടി ഇവനുള്ള വട്ടാശനാ തൃശ്ശൂരിൽ നിന്ന്. പിന്നെ ഐശ്വരി അപ്പൊ കാര്യം അറിയാതെ ഇടി മൊത്തം ഇടിച്ചത്. എന്താ ജോസേട്ടായി ഇവര് തൃശ്ശൂരുള്ള ഏതോ ഒരു നായക ബന്ധുവായിട്ട് പ്രേമം ഹിന്ദു എന്നങ്ങാണ്ട് അതിന്റെ പേര്. അവിടെ വലിയ മിലിറ്ററി ഫാമിലിയാ. ഒരേടി തൊട്ടിട്ട് എനിക്കറിയത്തില്ല. ഏതായാലും ആ പെൺകൊച്ചിന്റെ കല്യാണം വെച്ചാൽ നാളെ. അപ്പോഴാണ് അവരറിയുന്നത് ഇന്നെ നമ്മളെ രഹസ്യമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ. ഇതതിന്റെ ഞാൻ കേട്ടതൊക്കെ നേരാണോ? എടാ നിന്റെ ജോസേട്ടാരി ഏതെങ്കിലും കല്യാണം കഴിക്കാൻ പോവായിരുന്നു. എന്റെ ചന്തൻ ചാർത്തിൽ എനിക്ക് ഒരു പേരപ്പന്മാരും വേണ്ട. എന്റെ ഈ ജോസേട്ടായി എനിക്ക് ഇഷ്ടപ്പെടാൻ തന്നാ മതി എത്രയും കാലം പറഞ്ഞു തന്നിട്ട് ഈ ഞാൻ അറിയാതെ കെട്ടാൻ പോയെന്നല്ലടാ. ഓ മയക്കി കെടുത്തിരിക്കണം. സാറേ എന്റെ ചെറുക്കൻ വീട്ടിൽ കിടക്കുമ്പോ അവിടെ കല്യാണം ഉറപ്പിക്കാൻ നടത്താൻ ഞാൻ സമ്മതിക്കരുത്. അവളെ പൊക്കണം. നമ്മുടെ ചെറുക്കൻ കണ്ണു തുറക്കുമ്പോൾ അവരെ കണ്ണു കൊണ്ടുവരണം. അതാണ് ഹീറോയിസം. അതാണ് ഞങ്ങളുടെ ജോസേട്ടായി. പോലീസുകാരനാ മനുഷ്യരല്ലേ? ഇതേ കൂട്ടുകാർ അഭിമാന പ്രശ്നമാണ്. ജോസേട്ടെ കയ്യിലേക്ക് പോകാൻ ജോസേട്ടായി ഞാൻ വിളിച്ച് പറഞ്ഞു അവരുടെ സി ഫ്രണ്ടാണ്. ജോസേട്ടെ കുറിച്ചിട്ട് വീടോ ഇല്ല, ഫോൺ നമ്പർ ഇല്ല. പിന്നെ എവിടെ നോക്കണ്ടേ? കൽപ്പനയോട് ചോദിച്ചോ. എന്റെ പൊന്നു സാറേ, ആ ഫോൺ എടുത്ത് ചാറ്റി വിളിച്ച് നോക്കിയാൽ എന്റെ പാറ്റേൺ അറിയാൻ പറ്റും. ലോക്ക് അടിച്ചിട്ട് കോണാക്സ് താ പോരെ. അഞ്ചെന്ത് പറഞ്ഞു ഈ എന്തോ ഇൻസ്റ്റ ഇൻറ്റു പ്ലസ് ടു ഒക്കെ മനസ്സിലായി. പക്ഷെ ഈ ബമ്പിൾ ട്വിറ്റർ ഒക്കെ ആരാ? അപ്പന്മാരാ? ഓ ഹലോ ഇപ്പൊ ഇത് റോങ് നമ്പർ. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ നമ്പറിൽ വിളിക്കാം. ഇതിന്റെ ഫോട്ടോ ചേർന്നല്ല നീ വേറെ അറിയാൻ ഉണ്ടാക്കാൻ വിളിക്കും. ഹലോ എന്തു താഴേക്ക് വരാൻ പറഞ്ഞു കുറെ നേരായി. ചെക്കന്റെ വീട്ടിൽ വരുന്ന അമ്മയ്ക്ക് വിളിക്കാതെ നോക്കിയാൽ എന്നിട്ട് വേണം ഏട്ടന്മാരോടുള്ള ദേഷ്യം എന്നോട് തീർക്കാൻ. നിങ്ങളോട് എല്ലാവരും ആരും പറഞ്ഞു വിടുന്ന താഴ്വാൻ കളിക്കാൻ. സ്ട്രിക്റ്റ് ആണ്. നായിക സോപോൾ പ്രതിഷേധവാദനും ടീംസും ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിലെത്തുന്നതാണ്. അപ്പൊ എന്താണ് മിസ് ഇന്ദുലേഖയുടെ ഫ്യൂച്ചർ പ്ലാൻ? നീ ഒന്ന് മിണ്ടാതിരുന്നേ നീയോ? അല്ല, ചേർച്ചേട്ടന്റെ ടീംസ് വരാത്ത സ്ഥിതിക്ക് നമുക്കൊരു പ്ലാൻ ബി ആണല്ലോ. നിശ്ചയവും തേങ്ങ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, അവര് വരും, ഞാൻ കൂടെ പോവുകയും ചെയ്യും.
പുളിങ്കൊമ്പ് കാര്യം എന്താന്ന് ചോദിച്ചാ ഒരു കല്യാണക്കാരിയോട് തോന്നുന്നു. ചെറുക്കൻ നിങ്ങൾ പറഞ്ഞാൽ അറിയും. ജെറി ഇന്നലെ പള്ളിമുറ്റത്ത് വെച്ച് തല്ലി പഞ്ചറാക്കി ബോധം കെട്ടിയില്ലേ? ആശുപത്രിയില്ല, മയക്കി കിടത്തിയേക്കോ. ഈ കൊച്ചുമായി തമ്മിൽ ഇഷ്ടമാണ്. അവരുടെ കല്യാണം ഒന്നാം തീയതി അതേ നടക്കും. എന്റെ പൊന്നോ, പഴയ കാലമല്ല, പുതിയ പിള്ളേരുടെ കാലമാ. അതൊരു കാര്യം ഞാൻ ആദ്യമായി പറഞ്ഞേക്കാം. നമ്മൾ 3 പേര് 3 വഴിക്ക് സന്തോഷമായിട്ട് ചെയ്യാൻ പോകണം. ഈ കൊച്ചും ചെറിയും കൂടെ അവരുടെ വഴിക്ക് ഇതിനെ കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് എന്റെ പൊന്നുമാതാവേ, ഇതെന്റെ ആവശ്യമുണ്ട്. ആ തള്ളയെ കൊണ്ട് എന്നെ ഒരിക്കാണ് പരിപാടി വരുവാണ്. പണ്ട് ചേട്ടൻ തരുന്ന കാണണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണുകൂടെ വരിക. അയ്യോ ചുമ്മാ ഒരു ദിവസമായിട്ടാണ് വീഡിയോ എടുക്കാം. ഇതിന്റെ നമ്മൾ ചേച്ചിക്ക് ഉടനെ മനസ്സിലാവും. എന്റെ തല്ലുപിടിച്ച് അവിടെ തൂക്കി. കല്യാണമാകുമ്പോ ഇങ്ങനെയൊക്കെ കാണും. ഞാൻ എന്റെ കൂട്ടുകാരനായിട്ട് പറയല്ലോ, ചെറിയ കുഞ്ഞിനെ വിശ്വസിക്കാം. അവര് നിഷ്കളങ്കനാണെന്ന് എങ്ങനെയാണെന്നറിയില്ല. അവരൊരിക്കലും ചതിക്കില്ല. ആ കാര്യത്തിൽ ഞാൻ കാരണം കൊച്ചിന് ധൈര്യമായിട്ട് അവരോട് അറിയുമോ? നമ്മൾ ചെല്ലുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് സർപ്രൈസാ. ചെട്ടിക്ക് വേണം സർപ്രൈസ് കൊടുക്കുന്നതേ ജോസേട്ടാണ് ഒരു മെയിൻ ഐറ്റം ചേച്ചി. മാതോളിച്ചായോ 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 ഞാൻ കുറ്റത്തൊരു മാലാകുഞ്ഞു വന്ന് നിൽക്കുന്നു. ഇതാരുടെ കുറച്ച് പറയാവുന്നേ അവന് വിളി ചെറിയ ചെറിയ ഇറങ്ങി വേണമേ പരിപാടിയിലോ നോക്കണം തോന്നുന്നു. വേണം ആ ജോസേട്ടേ എന്നാ പിന്നീട് അവൻ നടാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ കാര്യം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിന്റെ അപ്പുറമുള്ളവർ അല്ല ജോസേട്ടേ എന്നാ സംഭവം ഇതാരായി പെങ്കുചാരൻ ജോസേട്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നേ ഭയങ്കര ക്ഷീണം. സെഡേഷൻ ഒന്നും പോയിട്ടില്ലേ? ഞാൻ കിടക്കാണ്. നൈസായി ഊരിട്ടോ എന്നാ ചെല്ല്. പിള്ളേര് മുങ്ങി. എന്നാ പിന്നെ ജോസേട്ടയും കൊച്ചിനെ വിളിച്ചോണ്ടെന്ന് പോയായിരുന്നില്ലേ? ഞങ്ങൾക്ക് കഞ്ഞിയും കുറിച്ച് വെച്ച് കിടക്കായിരുന്നു. അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയില്ല. നാളെ കിട്ടുന്നതായിട്ട് അവിടെ ഓടും. എന്റെ പാലുവെള്ളം മാത്രം മേടിക്കും. അല്ലെങ്കിൽ എന്നാ പറയുന്നത്? കൊച്ചിനെ പറഞ്ഞാൽ പോരെ. കൊച്ചിനെ കണ്ടില്ല മത്തങ്ങയാണോ? കാര്യമല്ല കൊച്ചിനൊക്കെ തന്നെയാ. എന്നാലും കൊച്ചിനെ അവനെ കണ്ടത് കണ്ടുപിടി. അവന്റെ പ്രേമമൊക്കെ തട്ടിപ്പാണ്. ഇപ്പൊ എന്നാ കടപ്പിണ്ണാക്ക് വിഴിഞ്ഞ പോലെ ഇരിക്കാതെ മാതൃ പറവച്ചേ കിട്ടിക്കൊണ്ടാകട്ടെ. വേണ്ട, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനിനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പിന്നെ ഞാനെന്നാ വേണ്ടേ? പൂച്ചയുടെ കളയുന്ന പോലെ ചാക്കി കെട്ടി പുഴയെ കൂടെ തറട്ടോ. എന്നെ ചെന്നൈ ബസ് കയറ്റി വിട്ടാൽ മതി. ഞാൻ അവിടെയാ വർക്ക് ചെയ്യുന്നത്. ആ ഏതായാലും നന്നായി. നീ ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യം എന്നെ ചെന്നൈ ബസ്സിൽ കയറ്റി വിടും. ചെന്നൈ ഓളെ ചെന്നൈയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഈ കൊച്ചിനെ ആ ചെന്നൈയിലൊന്നും ഇറക്കിയേക്കണേ.
ആ പൈസ പൈസ ഗൂഗിൾ പേ ചെയ്തു എനിക്ക് ജോസ് വീട്ടിലോട്ട് വന്നു. ചേച്ചി എന്നായി മിണ്ടരുത്, ചതിയാ. എടാ, ഒരു ഏലക്കേട് വന്നപ്പോ എല്ലാവരും കൂടെ എന്നെ ഇടയിൽ കൂടി രക്ഷപ്പെട്ടിട്ട് സോറി ചേട്ടായി ടെൻഷൻ കാരണം ഇത് രണ്ടെണ്ണം അടിക്കാതെ ഓർക്കാൻ പറ്റില്ല. എന്താ വണ്ടി വിലയൊക്കെ എടുത്താലേ ഒരു ചൂട് ഇതെന്നാടാ തീയാ? ഇത് ലേറ്റോ? എന്നോട് വീടിന് മുമ്പിൽ വിട്ടോ പിടിച്ചു. ആ തള്ള എന്നോടുള്ള ദേഷ്യം കൊണ്ട് വീട് തീ വെച്ചു. ഞാൻ എങ്ങോട്ടേക്കും കയറില്ല. എന്തിനാ പോയി പണി കഴിക്കുന്നത്? വീടാണെങ്കിൽ അമ്മച്ചി എന്നെ കൂടെ കത്തി. ഇതാ റോസക്കുട്ടിയെ ഇതുവരെ ഉറങ്ങില്ലേ? വീട്ടിൽ തന്നെ ഒരു സ്വന്തം വിളിച്ച ക്രിസ്മസ് സ്റ്റാർ നേരത്തെ കിട്ടിയത്. പോലീസ് അയ്യോ പക്ഷെ ഞാനത് പെരുന്നാൾ കൂടെ വരരുതെന്ന് പറഞ്ഞ് വണ്ടി കാശ് തന്നിട്ടല്ലടാ ഞാൻ നിന്നെ കളിക്കാൻ തുടങ്ങിയോടാ നാളെ ഇനി മാറ്റിയാണെങ്കിൽ അതിനെ അതിന്റെ വീട്ടിൽ കൊണ്ട് ടേക്സിന് വന്നാൽ മതി. ഇല്ല അത് അവര് നമ്മുടെ ചെറിയല്ലേ ചെറി പറി പറ്റിയതാ. പണി വളരെ രസമാണ്. കൂടെ ചെക്ക് പറഞ്ഞില്ലായി തള്ള പറഞ്ഞ പറഞ്ഞ പണിയാ പണിയായി ദിവസമായി പണി കൊണ്ടുപോയി ഓഫീസർമാർ നാട്ടിലെ പവാനികൾ പക്ഷേ നീ എന്നെ പറഞ്ഞാൽ പെട്ടെന്ന് പൊക്ക് നാടിക്ക് റോയ്സ് പറയാൻ പറഞ്ഞ കാര്യമില്ല. അവരോടൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മൾ ചാടി പുറപ്പെടുക. അതിനെ ചെറിയ കയറ്റും. ഫ്രണ്ട് സി രമേശ് സാർ പുള്ളി അറസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടിട്ടു. വീണ്ടും പ്രശ്നമായി പോലീസ് ഒന്ന് അറിയിക്കുമോ? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കാതെ എന്നെ എന്റെ എന്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് റോസാപ്പിന്റെ പറഞ്ഞാൽ കട്ടായോ? എനിക്ക് പറ്റില്ല അങ്ങനെ പറയല്ലേ. പ്ലീസ് ഒന്നിറങ്ങോ അമ്മച്ചേര് വീട്ടിൽ കയറത്തില്ലേ? എനിക്കാണെങ്കിൽ അമ്മച്ചില്ല ഉറക്കം പറ്റില്ല. കൊച്ചു വന്നേ കൊച്ചു വാന്നേ. ഞാനൊന്ന് പോയി തരാമോ? അടിയത്തരം മനുഷ്യനോട് ഒളിഞ്ഞിരിക്കുക. തന്നോട് ഞാൻ പറഞ്ഞു തുവാലി പൊക്കി പിടിച്ചോളാം എന്റെ വീട്ടിൽ പഠിച്ചോ കാണിക്കാൻ. അങ്ങനെയായോ? അരിന്ന് അച്ഛൻ പിടിച്ച് മോബിൽ തന്നെ നിക്കറിന് വഴി കടിച്ചു പഠിച്ചിട്ട് പട്ടിക്ക് വരെ മുറിപ്പെടുത്തും പറഞ്ഞ പോലെയായിരുന്നു. കൊച്ചു ഇറങ്ങുന്നുണ്ടോ? അത് ഞാൻ പഠിച്ചിട്ടുണ്ടോ? പോയില്ലാതായി എല്ലാവരും കൂടെ പോകുന്നു. എന്തൊരു മലയാളിയാണ് ഇങ്ങനെ വേണം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോലും ഇത്ര വരുന്നുണ്ടായിട്ടില്ല. ചേട്ടാ ഒന്ന് വാങ്ങിക്കും. നീ വണ്ടിയോടെ വീട്ടിലെ കിടക്കിടന്ന് പോയി നോക്കണേ. അല്ലെങ്കിൽ അമ്മച്ചാ വണ്ടിക്ക് നീരും. ഞാനത് ചെന്നൈ വരെ പോകാം. അതിനോട് പറയാൻ ഞാനും ചെന്നൈക്ക് പോവുക. നല്ലോണം നോക്കിക്കോ. നേരം വിളിക്കുമ്പോൾ മനസ്സിലൊക്കെ ശാന്തമാവും. നമുക്ക് കാര്യങ്ങളൊക്കെ തെളിയും. ചെന്നൈ സിറ്റിയിലേക്ക് ഒന്ന് കറങ്ങി ആൾക്കാരൊക്കെ മസാല ദോശയൊക്കെ അടിച്ച് വൈകുന്നേരം വണ്ടി തിരിച്ചു ICB ബാംഗ്ലൂർ മാനേജറാ ബാങ്ക് ഫോണിൽ കുറെ ഹിന്ദുമാരുടെ പേരുള്ളതുകൊണ്ട് കൊച്ചിന്റെ ശരിക്കുള്ള പേരെന്നാണ് പിടിയിട്ടില്ല. ഏതാ പേര്? കുറെ എന്തുമാരും ആ അത് ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു +2, പിന്നെ ഹിന്ദു പമ്പ് ട്രംപ്, അങ്ങനെ കുറെ ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. അവൻ വിളിക്കുന്നുണ്ട്. ശരിക്കുള്ള പേരാണ് ഹിന്ദുലേഖ കാരക്ക പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൊച്ച് നല്ല മനസ്സിലുള്ള നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ രൂപയാണ്. ഇവിടെ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ കുറച്ചു പേർക്ക് ചെന്നൈ ചെന്ന് നാളെ ജോലിക്ക് പോകാനുള്ളതാണ്. ശരി മൈസൂരായിട്ട് അങ്ങനെ ചെന്നൈ എത്തി. അവളുടെ വഴിക്ക് പോയിട്ടു. ചേട്ടാ എന്നോട് വന്ന പെങ്കൊച്ചെന്തി അത് അതിന്റെ ജീവനും കൊണ്ട് എപ്പോഴേ രക്ഷപ്പെട്ടു. ജീവിതം കൊണ്ട് എപ്പോഴും രക്ഷപ്പെട്ടു.
ബാങ്കിലോട്ട് വന്നിരിക്കുകയാണ് ജോലിക്ക്. കിയ. ഗുഡ് മോർണിംഗ് മാം. ആ ഗുഡ് മോർണിംഗ്. ആൻഡ്രൂ സർ എത്തുന്നേരോ? ഇല്ല, ഇപ്പൊ Thank you, sir. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പണി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭൂമി പൂജ ഈ വെനസ്ഡേയാണ്. പണം കണ്ടിപ്പാ വരണം. ഞങ്ങൾക്ക് ഈ ലോൺ 2 ആഴ്ച കൊണ്ട് പാസ്സായതും പണത്തിന് ഒരു സപ്പോർട്ട് മാത്രമാണ്. സാറിന്റെ ഇമ്പോർട്ടന്റ് ക്ലയന്റ് ആണ്. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു ഹെൽപ്പ്. സർ പ്ലീസ്. ഇല്ല, ഞാൻ മാത്രമേ സമയം എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇൻവിറ്റേഷൻ വാട്സാപ്പിൽ കൂടെ അയച്ചേക്കാം. നേരത്തെ ചെയ്യണം. താങ്ക് യു. புது அப்பார்ட்மெண்ட் ப்ராஜெக்ட் வேல்யூ 50 கோடி, பழைய நாட்டு 40 கோடி ஒரே தரேன்னு விட்டாரு. இப்படி என்ன பண்றீங்க? லட்சுமி விட அக்கௌண்ட்டுக்கு அந்த மாவு தரவிடுங்க. മിസ്റ്റർ ദില്ലി ബാബു അല്ലേ? எக்ஸாம்பிள் ഓക്കെ മിസ്റ്റർ XML ദില്ലി ബാബു. ആ ലാൻഡിന് വേറെ കുറെ ഓണേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും സിഗ്നേച്ചേഴ്സ് ഇല്ലാതെ ലോൺ പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പ്രോപ്പർ പേപ്പേഴ്സ് ഉണ്ടോ? என்ன வேலை வேணும்? என்ன வேலை உங்களுக்கு? தின தந்தி தின வள தின கரண்ட் വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? என்ன எடுத்துட்டு இருக்கா? இப்படி அப்படியே நேத்து போற புரிய முடியாதா? പ്രോപ്പർ പേപ്പേഴ്സ് இல்லாம ஒண்ணும் பண்ண முடியாது. ஏய், ஆள பேசிட்டீங்களா? யார் என்ன இருக்கீங்க? உங்க வீட்ல எப்படி வாங்கறதா சொன்னாங்க. உள்ளுக்குள்ள ரொம்ப மோசமானவே. ஒரே நீங்க கொஞ்சம் வெயிட் பண்ணுங்க. சரி வாங்க. ബാങ്കിലോട്ട് വന്നത്. ഇവിടുന്ന് വരണ്ട. സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ മാന്യതയും മര്യാദയും ഒക്കെ ഉണ്ട്. പൊന്നിനെ ജോസ് ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയത് എന്റെ ബാങ്ക് എവിടെയാണ്. ഇവിടെയും കയറി വന്നു. എന്നാ വർത്തമാനം കുറിച്ച് പറയുന്നത്? നമ്മൾ തമ്മിൽ ഇന്നലെ ഒരു ധാരണയായതല്ലേ? രാവിലെ നമുക്കൊന്ന് തിരിച്ചു പോകാം. എന്നിട്ട് എന്നോട് വിടാതെ മുങ്ങോ? ജോസെ കാര്യങ്ങളൊക്കെ ജോസിന് അറിയാവുന്നതല്ലേ? വീട്ടുകാരെയും ബന്ധുക്കാരെയും മുഴുവൻ വെറുപ്പിച്ചിറങ്ങി വന്നിട്ട് ഞാൻ ഇനി എന്ത് പറഞ്ഞാൽ തിരിച്ചല്ലേണ്ടത്? കമ്പനി തേച്ചിട്ട് പോയി പറയണം. ഇന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ അമ്മച്ചോട് എന്നാ പറയും? എന്റെ അമ്മച്ചി ഫോണിൽ വിളിച്ചാൽ ഞാൻ സംസാരിക്കും. അതൊന്നും അമ്മച്ചി വിശ്വസിക്കുകയില്ല. ഞാൻ പറഞ്ഞ പറയിപ്പിച്ചാന്ന് പറയും. പോലീസുകാർ കൊച്ചു വീട്ടിൽ തിരിച്ചെത്തിയെന്ന് പറയാതെ അമ്മച്ചി വിശ്വസിക്കുകയില്ല. അതൊന്നും നടക്കില്ല. ജോസ് അടുത്ത വണ്ടി പിടിച്ച് നാട്ടിലേക്ക് പോക്കോ. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട. അതൊന്നും നടക്കുന്ന കേസ് കേട്ടല്ല കൊച്ചേ. ഞാൻ എനിക്കും കാര്യം വെക്കണേ കൊച്ചെന്നോട് വേണം. ജോസ് എനിക്ക് പറയാനുള്ളത് കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Now you may എന്തും please തിരക്കത്തില്ല. leave. ഉത്തരവിട്ട് ഇംഗ്ലീഷ് പറയുന്നു. ഒരു സ്ഥാപനമല്ലാതെ ഞാൻ താഴ്മയോടും മര്യാദയോടും സംസാരിച്ചപ്പോൾ അവർക്കത് പറ്റില്ല. താരന്റെ അച്ഛനും ചേട്ടനും നല്ലല്ലോ എന്റെ ഉത്തരവാദിത്തം കാണിക്കാൻ. പാവം മലയുടെ എഴുതി ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടാക്കിയതാ. ഞാൻ വന്നില്ലേ 32,000 കിലോ തൂക്കമുള്ള കാട്ടുപോത്തിനെ വെടിവെച്ച് മർദ്ദിച്ചു. അതിന്റെ കിൻഡൽ തൂക്കമുള്ള കുളകെടുത്ത് തോളത്തിൽ ഒറ്റയ്ക്ക് നടന്നു പോയ ജോസ്. ആ എനിക്ക് ഈ വാഴക്കാക്കൂടെ അത്രയോടെ മുന്നേ പുല്ല് പോലെ ഞാൻ തോന്നിട്ടുണ്ടോ? നീ വേണം ഞാനിപ്പോ ചെന്നൈയിലാ. ആ കൊച്ചിനൊരു കുഴപ്പമില്ല. അവിടെ തിരിച്ച് ജോലി കയറിയല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ആ കൊച്ചു അതിന്റെ വീട്ടിൽ കയറിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. പക്ഷെ ഞാൻ ഈ ഒരു പേരും അറിയാത്ത നാട്ടിൽ പരിപാടി കിടന്ന് ചാകത്തേ ഉള്ളൂ. ആ ചത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അടക്കിയേക്കാം. நான் ரூம் வேணுமாண்ணா? வெறும் 300 ரூபாய்ண்ணா. മുറിയണ്ട മുറി. புரியா? റൂം ரூம் இருக்குண்ணா. ഉണ്ടോ? இருக்கு. ഹോട്ട് വാട്ടർ ഉണ്ടോ? ஹாட் வாட்டர் 24 hours. 24 മണിക്കൂർ ചൂടുള്ള പച്ചവെള്ളം പോലും ഇല്ലല്ലോ. കാലയിലിருந்து வரக்கூடிய கார்பரேஷன்ல வரல சார். ഇപ്പൊ ഞാനെന്നെ കുളിക്കും. நான் கூட தான் കുളിക്കില്ല. ഇപ്പൊ പുറത്തുനിന്ന് പയ്യൻ പറഞ്ഞു 24 മണിക്കൂർ ചൂട് കൊള്ളണം. പയ്യൻ ചൊന്നാ പയ്യന്റെ പോയി കേൾക്കും സാർ. മാത്രം എന്നെ കാട്ടി തരും. ഞാൻ വേറെ എവിടെ പോയി കുളിച്ചോ സാർ. നോ റീഫണ്ട്. No refund. നോ റീഫണ്ട്. നോ റീഫണ്ട്. അവർ കിട്ടുമല്ലേ. சுடுதண்ணி வரல நினைக்கிறேன் சார். வேற ஏதாவது ரெஃபரன்ஸ் யூஸ் பண்ணாமா? நான் இது லேக்கா. என்ன கூப்பிட்டுருக்கீங்க? ஆமா உட்காரு. மேடம் அவனை உங்களுக்கு தெரியுமா? ജോസ് എല്ലാവരും പിടിപ്പിച്ച്. உங்ககிட்ட கேட்டதுக்கு சென்னையில் அவனுக்கு தெரிஞ்ச ஒரே ஆள் உங்களை மட்டும்தான் சொன்னான். மேடம் நீங்கள் ஐசிபி பேங்கில் தான் ஒர்க் பண்ணுறீங்க. ஆமாம். நீங்கள் என்ன பண்ணுறீங்க? கம்ப்ளைண்ட் கொடுக்கறவனுக்கு ஒரு 10,000மோ, இந்த கேஸை ஸ்டேஷன் இல்லாமல் மாற்று படிக்கிறதுக்கு இங்கே ஒரு 15,000மோ கொடுத்துட்டு போகணும். ஆமாம் மேடம் இன்ட்ரோஷன் கூட சுற்றி கேமரா இருக்குது. நீ என்ன பண்ணுறீங்க? பார்த்து போகிறல ஒரு ஹெட் கான்ஸ்டபிள் போகிற அவர்கிட்ட ஜிபே நம்பர் இருக்குது, அவர்கிட்ட கொடுத்துருங்க. அப்புறம் மேடம் நீங்கள் அவனால் ஒரு பிரச்சனையும் வரக்கூடாது. வந்தால் நீங்கள் தான் போகணும். ചെപ്പെടുത്ത് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലതേ. ഇവന്മാര് പരിചയമില്ലാത്തവരാണ് പറ്റിക്കാൻ നോക്കിയതല്ലേ. ചൂടുവെള്ളോടെ നോക്കിട്ട് പച്ചവെള്ളം പോലും കാശിൽ ചോദിച്ചു അതല്ല ഞാൻ അല്ല ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഭാഗത്തെ ന്യായം. എന്റെ പൊന്ന് ജോസെ സ്നേഹം കൊണ്ട് പറയാം. നമ്മുടെ രണ്ടുപേരെ കുറ്റം കൊണ്ടല്ലാതെ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിച്ചു. അത് വിട്. ജോസ് നീ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട.
എന്നാൽ ജോസിന്റെ ഒരു നെഞ്ച് വെച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ വരില്ല കേട്ടോ. എനിക്ക് അവിടെ ഒരു പണിയുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ദൈവമേ, ഞാൻ രാത്രി മണിക്ക് തന്നെ പോകാൻ പരിപാടി കിട്ടാൻ മതി. വന്ന വിളിക്കല്ലേ, കുളിക്കാനും വേണേ മനുഷ്യൻ. വല്ലതും കഴിച്ചായിരുന്നു? ഇവിടെ എന്നാ കേറും. അവിടെ എന്തായി? ആകപ്പാടെ പ്രശ്നം. രണ്ടുപേരും ഇപ്പോഴും ഹോസ്പിറ്റലിലാ. പോലീസ് കേസൊക്കെ ആയി. പിന്നെ അമ്മാനെ ചേട്ടന് നല്ല കലിപ്പല. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് കയറി പോന്നു. എക്സാംസ് ആകാൻ പറ്റില്ലല്ലോ. പിന്നെ ചേച്ചി ചേച്ചേട്ടൻ ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു. അയ്യപ്പന്റെ കുഴപ്പം ഞാൻ നോക്കിയിട്ട് ചേട്ടന്റെ ഭാഗത്തില്ല തെറ്റൊന്നും തോന്നുന്നുണ്ട. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യാനാ? പിന്നെ ചേച്ചിക്ക് അറിയുന്നതല്ലേ ചേട്ടന്റെ അപ്പൻ ഹാർട്ട് പേഷ്യന്റ് ആണ്. ഇപ്പൊ തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞതാ. പാതിരാത്രി ഇടിച്ചേറി ചെന്നപ്പോ അങ്ങനെ 3ാമത്തെ അറ്റാക്ക് വരാത്തത് ഭാഗ്യം. ഓഹോ, അപ്പൊ എല്ലാ ഓപ്പറേഷനും ഇവിടെ നിൽക്കുമല്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കണ്ടാ കൊല്ലെന്ന് പറഞ്ഞ നടക്കല്ലേ ചേട്ടൻ? എന്നാ പറയാനാ ഞാൻ ജോസിൽ വെച്ചോ. ഡ്രസ്സൊന്ന് പുതിയ കാണിച്ചിട്ടോ. പിന്നെ ഭക്ഷണത്തിന് ഫസ്റ്റ് ടിക്കറ്റിനുള്ളതൊക്കെ എന്നോട്. എനിക്ക് വെച്ചിട്ട് കാശൊന്നും വേണ്ട. ഞാനൊരു ഫോൺ വിളിച്ചു പറഞ്ഞാൽ ഗൂഗിളിൽ പൈസ തിരിച്ചു പോകണം. ഒന്ന് നിർബന്ധിച്ച് നോക്കട്ടെ. നിർബന്ധിച്ചോ, വാങ്ങിക്കും. വെച്ചോ. ഞങ്ങള് കാവുകയാവുമ്പോൾ സംസാരിച്ചു. ഞാനൊരു കണ്ടുണ്ടാവില്ല. ഞാൻ പറയുന്നു വിഷമം സമ്മതിച്ചു. പക്ഷെ നീ എന്താ എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാതെ? നമ്മൾ എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തോ? വീട്ടുകാരങ്ങനെ കുഴപ്പമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഒരിക്കലും ആരുമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചേ. നിശ്ചയം നടന്നോട്ടെ. ബാക്കിയെല്ലാം ഞാൻ നോക്കിപ്പോണെന്ന് പറഞ്ഞതല്ലേ. പിന്നെ ആ ബോധം ചോസയിലാകുമ്പോൾ വിളിച്ചു നീ എന്നാത്തിന് ഇറങ്ങി വരാൻ പോയെ? നീ എന്നൊന്നും ഇണ്ടാതെ വീട് വിട്ട് ഇറങ്ങി എന്നെ അറിയില്ലെന്ന് നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് രാത്രി തന്നെ നീ വണ്ടി എടുത്തിട്ട് പുറകെ വരാത്തതും ഞാൻ ക്ഷമിച്ചു. പക്ഷേ ആരെ ഹിന്ദുത്തിന്റെ ഒരു ഹിന്ദു പമ്പഴും നിനക്കറിയില്ല? അങ്ങോട്ട് മുങ്ങാൻ നിൽക്കുന്നത് ഈ അമ്പലത്തിലൂടെ നിങ്ങളാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പിള്ളേരെ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് മനുഷ്യരാണ്? അതൊക്കെ പണ്ട് കൊണ്ട് ഇവിടെ പരിചയപ്പെടുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. നമ്മൾ ടെർബോ ജോസിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടത് ചെന്നൈയിലതൊരു ചെറിയ കൊലപാതകവും കാര്യങ്ങളൊക്കെ, അങ്ങനെ നേരെ പോയ ഇടുക്കിയിൽ അവിടെ ഫെസ്റ്റിവല്, പിന്നെ അവിടെ ചെറിയ തല്ലും കാര്യങ്ങളൊക്കെ ആവുന്നു. അപ്പോൾ ടെർബോ ജോസിനെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഒരു ചെറിയ പരിക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് അവനിക്ക് കൊടുത്ത കൊട്ടേഷനാണെന്ന്. അപ്പോൾ എന്തിനാന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും അവളെ കൊണ്ടുവരണം കൊണ്ട് ടെർബോ ജോസ് കൊണ്ടുവരുന്നുണ്ട്. വരുമ്പോൾ അവനെ അറിയില്ല എന്നൊക്കെ പറയുന്ന അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആവുന്നു. അവൻ്റെ വീട്ടുകാരിനെ തല്ലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കേസൊക്കെ ആയിട്ട് അവളിനെ ചെന്നൈക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകണം, എന്നാലേ അമ്മച്ചി വീട്ടിൽ കയറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾ കേൾക്കുന്നില്ല. അവൾ ബാങ്കിൽ മാനേജറാണ്. പിന്നെ അതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. കാണുമ്പോൾ തന്നെ ഫൈറ്റ് ആണെങ്കിൽ ഇൻട്രോ ആണെങ്കിലും ഇപ്പോൾ നടന്ന കാര്യങ്ങളും കോമഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉഷാറായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി നാളെ.